ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഞാനൊരു എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ പിന്നെ സവാള അരിഞ്ഞത്, പിന്നെ 5-6 പച്ചമുളകും കീറിയിട്ടത് ഇതിലുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതിന് വേണ്ട ഒരു പിടി ഓറഞ്ച് കളറിലുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പൊടി എടുത്തിട്ടുണ്ട്. അത് കഴുകി വെച്ചിരിക്കുന്നു. പിന്നെ അതിന് വേണ്ട മസാല ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. അത് എരിവില്ലാത്തതാണ്, ഞാൻ എരിവുള്ള യൂസ് ചെയ്യാറില്ല. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കായം. പിന്നെ നമുക്ക് ഉപ്പ് വേണം. ഇനി എടുത്തിരിക്കുന്നത് നല്ല ജീരകമുണ്ട്, കടുകുണ്ട്, പിന്നെ ചുവന്ന മുളക്. ഇത്രയും താളിച്ചിടാൻ വേണം. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയത്, അതൊരു ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി അല്ലി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുക്കറിലേക്ക് മാറ്റാം. നമുക്കിത് പരിപ്പ് ആദ്യം ഇടാം. പരിപ്പിട്ടതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു കപ്പിന് 1 കപ്പ് അളവിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 തക്കാളി നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം. ഞാനിവിടെ വാളൻ പുളി ചേർക്കുന്നില്ല, പുളി പിഴിഞ്ഞൊഴിക്കുന്നില്ല. ഈ 2 തക്കാളി ഇതിന് മതിയാവും. അപ്പോൾ ഇത് പുളി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ട് അടുപ്പിൽ വയ്ക്കാം. ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം തീയെല്ലാം ഓഫ് ചെയ്ത് ഇനി നമുക്കിത് ഇതിനകത്തോട്ട് മസാല എല്ലാം കൂടെ നമുക്ക് വഴറ്റി ചേർക്കണം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്കൊരു അല്പം ഒരു 2 ടീസ്പൂൺ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ മസാല എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മൂക്കട്ടെ. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഈ മസാലയിലൊന്ന് ഉപ്പ് പിടിക്കാനാണ്. അതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒരു 1/4 കപ്പ് വെള്ളം, ഒരുപാട് വേണ്ട. ഞാൻ ഇത്രയും വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വേവട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് അങ്ങനെ അടുപ്പിലൊന്ന് കിടക്കട്ടെ. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം പാകത്തിനുണ്ട്. നമുക്ക് പുളി ഇനി പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല. 2 വലിയ തക്കാളി ഇതിന് ഉപയോഗിച്ചാൽ മതിയാവും. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കാം. ഈ അതേ പാൻ എടുത്ത് വയ്ക്കാം. നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഇത് താളിച്ചെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക്, ജീരകം ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
കടുക് ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. എല്ലാം മുളക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോടെയുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പുളിയുണ്ട്, ഉപ്പുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കാതെ ചേർത്തതാണ്. 2 തക്കാളിയും ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.